അതെങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാം. ഈ കുട്ടിയുടെ കുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകേണ്ട നോക്കണം. കുട്ടികളല്ലേ, അപ്പോൾ ഇവിടെ കഴുത്തിൽ ഭാഗം സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഷോൾഡർ ഇല്ല, ബാക്കിലെ ഷോൾഡർ ആ ബ്ലേഡിന്റെ നടുവിൽ കയ്യിലെ കൈപ്പത്തിയുടെ ഈ ഭാഗം വെച്ചിട്ട് നല്ലോണം അടിക്കുക. 5 വട്ടം. 1 2 3 4 5 5 വട്ടം അടിക്കുക. എന്നിട്ട് തിരിച്ച് കിടക്കുക. തിരിച്ച് കിടത്തിയിട്ട് ഇവിടെ കഴുത്തിൻ്റെ അവിടെ പിന്നെയും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഈ ഇടയ്ക്ക് കൈ വെച്ചിട്ട് കഴുത്തിൻ്റെ അവിടെ സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചൂണ്ടുവിരലും നടുവിരലും വെച്ചിട്ട് നമ്മൾ നേരത്തെ CPR കൊടുത്ത പോലെ തന്നെ CPR കൊടുത്ത സ്ഥലത്ത് തന്നെ നമ്മൾ ഇവിടെ 5 വട്ടം 1 2 3 4 5. ഓക്കെ, ഇത് എത്ര വരെ ചെയ്യണം? ആ ഉള്ളിലുള്ള നേരത്തെ അടച്ചിലെ പോലെ തന്നെ ഭക്ഷണം വാർത്ത പുറത്തേക്ക് പോകുന്നവരെ ചെയ്യണം. ഇനി അഥവാ കുട്ടിയുടെ ബോധം നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ CPR കൊടുക്കും. കുട്ടികളുടെ CPR കൊടുക്കുന്നത് ഇതേപോലെയാണ്. ഇതേപോലെ തന്നെ കുട്ടീനെ ഒരു നേരെ സ്ഥലത്ത് വെച്ച് നിലത്ത് കിടക്കി നമ്മൾ CPR ഈ ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ചിട്ട് CPR കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, എന്നിട്ട് അടുത്ത പിന്നെ ഹോസ്പിറ്റലിലേക്കോ ആംബുലൻസ് വിളിക്കുക. അടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് കുട്ടീനെ എത്തിക്കുക. ഏതൊരു ബോധം പോകുന്നത് വരെ അല്ലെങ്കിൽ കുട്ടിയുടെ വായിൽ നിന്ന് ആ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്ന ഒബ്ജക്റ്റ് പോകുന്നത് വരെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും.